Today I am going to discuss about 15 Years by R.K. Narayan. This is a humorous and thought provoking essay where R.K. Narayan speaks about the status of English in India before and after independence. അപ്പോൾ ഇത് കുറച്ച് ഹ്യൂമറസ് ആയിട്ടാണ് ഈ എസ്സേ എഴുതിയിട്ടുള്ളത്. അതേപോലെ നമ്മൾക്ക് ചിന്തിക്കാൻ പാകത്തിന് ഒരു എസ്സേ ആണ്. ആർ കെ നാരായൺ മെയിനായിട്ടും പറഞ്ഞിട്ടുള്ള തീം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൻ്റെ സ്റ്റാറ്റസ് ഇൻ ഇന്ത്യ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. അതായത് കൊളോണിയൽ ഭരണം, അതായത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പും അതിന് ശേഷവും ഇംഗ്ലീഷിന് ഉള്ള സ്റ്റാറ്റസ് എങ്ങനെയാണ് എന്നതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ബിഫോർ ഇൻഡിപെൻഡൻസ് people in India used to see English as a matter of prestige and status symbol in the society. അപ്പോൾ സ്വാതന്ത്ര്യത്തിന് മുമ്പ്, അതായത് ബ്രിട്ടീഷുകാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഇംഗ്ലീഷിനെ എല്ലാവരും ഈ ഭാഷ പഠിക്കണം, ഇതൊരു സ്റ്റാറ്റസ് ലാംഗ്വേജ്, ആ രീതിയിലൊക്കെ വരുത്തി തീർക്കുകയാണ് ചെയ്തത്. ബട്ട് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടി ബ്രിട്ടീഷുകാരൊക്കെ പോയതിന് ശേഷം എന്താ സംഭവിച്ചത്? റീജിയണൽ ലാംഗ്വേജസ് ബിഗാൻ ടു ബി ഡെവലപ്ഡ്. ഡിഫറെൻറ്റ് റീജിയണൽ ലാംഗ്വേജസിന് തലവെക്കാനായിട്ട് തുടങ്ങുകയാണ്. ആൻഡ് നാരോ മൈൻഡഡ് റീജിയണലിസം ആൻഡ് പാട്രിയോട്ടിസം ഫോഴ്സ്ഡ് പീപ്പിൾ ടു റിജക്റ്റ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. അപ്പോൾ പതിയെ ആ ഇംഗ്ലീഷിന് അവിടെ ബ്രിട്ടീഷുകാർ വരുത്തി വെച്ച ആ ഒരു സ്റ്റാറ്റസ്, അത് റീജിയണൽ ലാംഗ്വേജസ് അതിൻ്റെ മുകളിൽ വരാനായിട്ട് തുടങ്ങി. മെയിൻ റീസൺ എന്ന് പറയുന്നത് ദേശസ്നേഹമാണ്. നമുക്കറിയാലോ, ഗാന്ധിജിയെ പോലുള്ളവർ അവരൊക്കെ അതിന് വേണ്ടിയിട്ട് കുറേ സ്ട്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് പിന്നീട് സംഭവിച്ചത്. Now it has become a prestige to cry for the abolition of the English in the name of patriotism. പക്ഷേ ഇന്നും നമ്മളുടെ ചുറ്റും നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിന് അതിൻ്റേതായിട്ടുള്ളൊരു സ്ഥാനമുണ്ട്. പക്ഷേ നമുക്ക് പാട്രിയോട്ടിസം എന്ന് ചിന്തിക്കുമ്പം നമ്മൾക്ക് മറന്നേ പറ്റൂ എന്നുള്ള ഒരു വസ്തുത വേറെ. പക്ഷേ ഇംഗ്ലീഷിന് അതിൻ്റേതായിട്ടുള്ള ഒരു സ്റ്റാറ്റസ് ഇന്നും ഉണ്ട് എന്ന് തന്നെ പറയാം. അപ്പോൾ ഇതിനെ പറ്റിയിട്ടൊരു ഡിസ്കഷനാണ് ഈ ഒരു എസ്സേയിൽ മെയിനായിട്ടും ഉള്ളത്. അപ്പോൾ ഈ ഒരു ഡിസ്കഷനിൽ നമുക്ക് കാണാം ഇംഗ്ലീഷിനെ പേഴ്സോണിഫൈ ചെയ്തിട്ട്. ഇംഗ്ലീഷ് പേഴ്സോണിഫൈ മീൻസ് ഇംഗ്ലീഷ് ഒരു ആൾ എന്ന രീതിയിൽ അവർ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് എന്നെ ഹേറ്റ് ചെയ്യാൻ കാരണം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അപ്പം ഒരു ജഡ്ജ്, അതർ ക്യാരക്ടർ അതിന് മറുപടി പറയുന്നു. ആ രീതിയിലൊരു ഹ്യൂമറസ് ആയിട്ടാണ് ഈ ഒരു എസ്സേ കൊടുത്തിട്ടുള്ളത്. R.K. Narayan points out many practical and emotional reasons why English cannot be banished from India. പക്ഷേ പാട്രിയോട്ടിസം വെച്ചിട്ട് നമ്മൾ ഇംഗ്ലീഷിനെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രാക്ടിക്കൽ ആൻഡ് ഇമോഷണൽ റീസൺസ് ഉണ്ട്. ഇംഗ്ലീഷിനെ അങ്ങനെ ബാനിഷ് ചെയ്യാൻ പറ്റില്ല എന്ന ഒരു വസ്തുത വെച്ച് നോക്കുമ്പോൾ ഹി പ്രസൻസ് ഹിസ് ആർഗ്യുമെൻറ്റ്സ് ഇൻ ദ ഫോം ഓഫ് ഡയലോഗ് ബിറ്റ്വീൻ ടു ക്യാരക്ടേഴ്സ്. അപ്പം ഇതിനെ പറ്റിയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ്, രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ട് ഈ ഒരു എസ്സേയിൽ. ഒന്ന് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒരു പേഴ്സൺ എന്ന രീതിയിൽ അവിടെ സംസാരിക്കുന്നു. അതർ ക്യാരക്ടർ എന്ന് പറയുന്നത് ജഡ്ജാണ്. ജഡ്ജ് എന്താ ചെയ്യുന്നത്? ഇംഗ്ലീഷിനെ ഒപ്പോസ് ചെയ്യാണ്, ഇംഗ്ലീഷിനോട് ഈ ദേശത്ത് നിന്ന് പോകാൻ ആവശ്യപ്പെടുന്നു. അപ്പോൾ അതിനെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ചോദിക്കുകയാണ്, എന്തുകൊണ്ട് ഞാൻ പോകണം ആ രീതിയിൽ. ഹി വാണ്ട്സ് ടു ബാനിഷ് ഇംഗ്ലീഷ് ഫ്രം ഇന്ത്യ. ഇപ്പോൾ അതർ ക്യാരക്ടറായ ജഡ്ജിന് ഇംഗ്ലീഷിനെ ഇന്ത്യയിൽ നിന്നും ബാനിഷ് ചെയ്യണം. പിന്നെ ഇവിടെ ഓതർ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നുണ്ട് ദാറ്റ് ഇംഗ്ലീഷ് ഈസ് നോട്ട് എ ഫോറിൻ ലാംഗ്വേജ്. അപ്പം ഒരു ഫോറിൻ ലാംഗ്വേജ് എന്ന രീതിയിലല്ല ഇപ്പോൾ ഇംഗ്ലീഷ് ഉള്ളത്. പക്ഷേ ഇറ്റ് ഹാസ് ബിക്കം ആൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ഇന്ത്യ. പക്ഷേ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫോറിൻ ലാംഗ്വേജ് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റില്ല. ഇന്ത്യയുടെ ഒരു മെയിൻ പാർട്ട് എന്ന രീതിയിൽ ഇംഗ്ലീഷ് മാറിക്കഴിഞ്ഞു. മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ മീഡിയം ഓഫ് ലാംഗ്വേജ് സ്പോക്കൺ ബൈ ഇന്ത്യൻസ് ഫോർ ദ ലാസ്റ്റ് 300 years. ഒരു പാസ്റ്റ് 300 years നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നുണ്ട് ആൾക്കാർ.
അതായത് ഫോർ മെനി പേർപ്പസ് എഡ്യൂക്കേഷൻ, അതായത് ടെക്സ്റ്റ് ബേസ്ഡ് നോക്കുകയാണെങ്കിൽ അവിടെ ഇംഗ്ലീഷിൻ്റെ, എംപ്ലോയ്മെൻറ്റ് ഏരിയയിൽ ഇംഗ്ലീഷിൻ്റെ, ഓക്കെ. അപ്പോൾ ഇംഗ്ലീഷ് ഒരു സ്റ്റാറ്റസ് കോ എന്നുള്ള രീതിയിൽ ഇന്നും നിലനിൽക്കുന്നു എന്ന രീതിയിൽ ആർ കെ നാരായൺ പറയുന്നു. ആർ കെ നാരായൺ സേസ് ദാറ്റ് despite of all the narrow-minded oppositions from the section of people, English language has become an integral part of India. അപ്പോൾ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ റീജിയണൽ ലാംഗ്വേജസ് എത്ര തന്നെയുണ്ടോ അതിൻ്റെയും മുകളിൽ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന രീതിയിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിഞ്ഞിരിക്കുക എന്നതൊരു മെയിൻ സ്റ്റാറ്റസ് ആയിട്ട് ഇന്നും നിലനിൽക്കുന്നു എന്ന് ആർ കെ നാരായൺ പറയുകയാണ്. He claims that there will be a time where people used to appreciate the language and say as a matter of prestige that he or she speaks English. ഓക്കെ, അപ്പം ആർ കെ നാരായൺ ഓതർ ഇവിടെ പറയുന്നുണ്ട് ദർ വിൽ ബി എ ടൈം, അതായത് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഒരു സമയം ഇംഗ്ലീഷ് ലാംഗ്വേജിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതും എ മാറ്റർ ഓഫ് പ്രസ്റ്റീജ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് സംസാരിക്കാൻ അറിയുക എന്നതൊരു പ്രസ്റ്റീജ് മാറ്ററായിട്ട് വരികയും ചെയ്യും. ഓൾസോ ഇന്ത്യയിൽ തന്നെ ഒരു മാരേജ് ഇതിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഈവൻ ഹിസ് ബ്രൈഡ് ടു, ആ രീതിയിൽ തന്നെ ബ്രൈഡ് എന്നാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. തനിക്ക് ലെറ്റേഴ്സ് എഴുതാം ഇൻ ഇംഗ്ലീഷ്, ആ ലെറ്ററിൻ്റെ കണ്ടൻറ്റ് ഇങ്ങനെയാകാം. വാൾട്ടർ സ്കോട്ട് ആൻഡ് ചാൾസ് ഡിക്കൻസ് ഇവരുടെയൊക്കെ വർക്ക്സൊക്കെ വായിച്ചിട്ടുണ്ട്, ആ കണ്ടൻറ്റൊക്കെ മാറ്ററായിട്ട് വരാം എന്ന രീതിയിൽ. വാൾട്ടർ സ്കോട്ടും ചാൾസ് ഡിക്കൻസും ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ, അതായത് നമ്മളുടെ ഫേമസ് റൈറ്റേഴ്സാണ്. ഇൻ ദ കേസ് ഓഫ് എംപ്ലോയ്മെൻറ്റ്, അതേപോലെ എംപ്ലോയ്മെൻറ്റ് ഏരിയയിൽ നോക്കുകയാണെങ്കിൽ അവിടെ ജോബ് സെലക്ഷൻ ഇങ്ങനെയായിരിക്കാം. ഒരാൾക്ക് നല്ല രീതിയിൽ ഒരു ഇംഗ്ലീഷിൽ ഒരു ലെറ്റർ എഴുതാൻ അറിയുന്ന ഒരാളെ ചാൻസ് കൂടാം അയാൾക്ക് ജോലി കിട്ടുക എന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇറ്റ് ഈസ് മെൻഷൻഡ് അബൌട്ട് ദ കോംപ്ലിക്കേറ്റഡ് റിലേഷൻഷിപ്പ് പീപ്പിൾ ഹാവ് വിത്ത് ദ ഇംഗ്ലീഷ് ലാംഗ്വേജ്, എസ്പെഷ്യലി ഇൻ ദ കൺട്രീസ് ദാറ്റ് വർ വൺസ് റൂൾഡ് ബൈ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോളനൈസേഴ്സ്. നെക്സ്റ്റ് അടുത്തതായിട്ട് ഈ എസ്സേയിൽ പറയുന്നതൊരു റിലേഷൻഷിപ്പാണ്. അതായത് ആൾക്കാർക്ക് ഏത് രീതിയിലാണോ ഇംഗ്ലീഷ് ലാംഗ്വേജുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉള്ളത്, അതായത് നമ്മളെപ്പോലെ തന്നെ, അതായത് ബ്രിട്ടീഷുകാർ ഭരിച്ച് അതിന് ശേഷം സ്വാതന്ത്ര്യം കിട്ടി, ബ്രിട്ടീഷുകാർ പോയതിന് ശേഷം ഇവിടുത്തെ ആൾക്കാർ ഏത് രീതിയിലുള്ളൊരു റിലേഷൻഷിപ്പാണ് ഇംഗ്ലീഷിനോട് ഉള്ളത് എന്നതിനെ പറ്റിയിട്ടാണ് അടുത്തതായിട്ട് പറയുന്നത്. സം പീപ്പിൾ സീ ഇംഗ്ലീഷ് ആസ് ദ ലാംഗ്വേജ് ഓഫ് ഒപ്രഷൻ. ചില ആൾക്കാരുണ്ടാവും ഇന്ന് ഒപ്രസേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ലാംഗ്വേജ്, ഒപ്രസേഴ്സ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ, നമ്മളെ അടിച്ചമർത്തിക്കൊണ്ടിരുന്ന ആൾക്കാർ യൂസ് ചെയ്ത ലാംഗ്വേജ് ആയതുകൊണ്ട് അതിനെ വെറുക്കുന്ന ആൾക്കാരുണ്ടാകാം. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇവിടെ നിന്ന് പാടെ പോകണം എന്നാഗ്രഹിക്കുന്നവരുണ്ടാവാം. വൈൽ അതേഴ്സ് അക്നോളജ് ഇറ്റ്സ് ഇൻഫ്ലുവൻസ് ആൻഡ് യൂസ്ഫുൾനെസ്. വേറെ ചിലരുണ്ടാകാം ഏതൊക്കെ രീതിയിൽ ഈ ഒരു ലാംഗ്വേജ് ഇവിടെ ഹെൽപ്ഫുൾ ആകുന്നു, ഏതൊക്കെ രീതിയിൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് ചിന്തിക്കുന്ന വേറൊരു ഗ്രൂപ്പ് ഉണ്ടാവാം. ദ ലാംഗ്വേജ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ഇഫ് ഇറ്റ് വാസ് എ പേഴ്സൺ ആസ്കിങ് വൈ പീപ്പിൾ ഹേറ്റ് ഇറ്റ്. അതിനുശേഷം പിന്നീട് നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിനെ പേഴ്സോണിഫൈ ചെയ്യാണ് ഈ എസ്സേയിൽ. ആ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒരു പേഴ്സണാണ്, അയാൾ ചോദിക്കുകയാണ് എന്തുകൊണ്ട് എന്നെ എല്ലാവരും ഹെയ്റ്റ് ചെയ്യുന്നു ഒരു വിഭാഗം. അപ്പോൾ അതിന് ആൻസർ കൊടുക്കുന്നത് ഒരു ജഡ്ജാണ്. ജഡ്ജ് റെസ്പോൺസ് ബൈ സെയിങ് ദാറ്റ് ഇംഗ്ലീഷ് വാസ് യൂസ്ഡ് ബൈ ഒപ്രസേഴ്സ്. അപ്പോൾ ജഡ്ജ് കാരണം പറയുന്നത് എന്താണ്, ഈ ലാംഗ്വേജ് അതായത് ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ് യൂസ് ചെയ്തിരുന്നത് ഞങ്ങളെ ഒപ്രസ് ചെയ്തവരാണ്, ഞങ്ങളെ അല്ല, അതായത് ഈ ഒരു വിഭാഗം ആൾക്കാരെ ഒപ്രസ് ചെയ്തതാണ്. ജഡ്ജ് ഒരിക്കലും ഒരു സൈഡ് കൂടില്ലല്ലോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അവർ നിങ്ങളെ വെറുക്കുന്നത്. ആൻഡ് ഷുഡ് ബി റിമൂവ്ഡ്. അതുകൊണ്ട് അവർ ആവശ്യപ്പെടുന്നു നിങ്ങളെ ഈ നാട്ടിൽ നിന്നും ഇല്ലാതെ ആക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട്. ബട്ട് ഇംഗ്ലീഷ് റെഫ്യൂസസ് ടു ലീവ്. പക്ഷെ അത് കേട്ടപ്പോൾ ഇംഗ്ലീഷിന് ഭയങ്കര സങ്കടമാവുകയാണ്. ആ ലാംഗ്വേജ് പറയുകയാണ് എനിക്ക് പോകാൻ താല്പര്യമില്ല, ഞാൻ നിങ്ങളുടെ ഒരു പാർട്ടായി മാറിക്കഴിഞ്ഞു, എത്രമാത്രം എന്നെ ആൾക്കാർ വെറുത്തോട്ടെ, എനിക്ക് ഇവരുമായിട്ടുള്ളൊരു കണക്ഷൻ അത്രമാത്രം ഉണ്ട്, അതുകൊണ്ട് എനിക്കിവിടെ നിന്ന് ഒരിക്കലും ലീവ് ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് ഇംഗ്ലീഷ് ലാംഗ്വേജ് പറയുകയാണ്. Judge considered English as the language of our own oppressors, and the British imposed English in India as a language of administration, education and governance, making it as a tool of colonial control. അപ്പോൾ ജഡ്ജ്
അറ്റ് ലാസ്റ്റ് വിലയിരുത്തിയത് ഇങ്ങനെയാണ്: ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒപ്രസേഴ്സ് യൂസ് ചെയ്ത ലാംഗ്വേജ് ആണ്. അതേപോലെ ഈ ഒരു ലാംഗ്വേജ് മെയിനായിട്ടും ബ്രിട്ടീഷ് ഇമ്പോസ് ചെയ്തത് അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടും കൂടിയാണ്. അഡ്മിനിസ്ട്രേഷൻ നന്നായിട്ട് പോകണം, അവർക്ക് ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ രണ്ട് കൂട്ടർക്കും ഭാഷ അറിഞ്ഞിരിക്കണം. അതേപോലെ എഡ്യൂക്കേഷൻ അതിൽ ഇമ്പോസ് ചെയ്തു. അതേപോലെ അവരുടെ ഭരണഘടന, അങ്ങനത്തെ കുറേ കാര്യങ്ങളിലും ആൾക്കാരിത് അറിഞ്ഞിരിക്കണം എന്ന ഒരു റൂൾ അവിടെ കൊണ്ടുവരികയാണ്. റൂളെന്ന് പറയാൻ പറ്റില്ല, അത് അത്രയും അത്യാവശ്യമാണ് ഈ ഒരു ലാംഗ്വേജിൻ്റെ നോളജ് എന്ന് ആൾക്കാരെ കൊണ്ട് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ അവിടെ വന്നു. Next, R.K. Narayan humorously recounts the case of a humble author who got his English works translated into Hindi by a pandit. അടുത്തായിട്ട് R.K. നാരായൺ ഒരു ഓഥർ, ആ ഓഥർ ഇംഗ്ലീഷിൽ എഴുതിയ വർക്ക് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ഒരു പണ്ഡിറ്റിനെ ഏൽപ്പിക്കുന്ന ഒരു ഇൻസിഡൻ്റാണ് ഇവിടെ ഓർക്കുന്നത്. അപ്പോൾ ട്രാൻസ്ലേറ്റർക്ക് കൊടുക്കാനുണ്ടായ റീസൺ എന്ന് പറയുന്നത് ആ ഒരു ഓഥർ ഹിന്ദിയിൽ ഒട്ടും പ്രൊഫിഷ്യൻ്റ് അല്ലാത്തത് കൊണ്ടാണ്. അതേപോലെ അയാൾ ആ പണ്ഡിറ്റിനെ വിശ്വസിക്കുന്നുണ്ട്, വെരി സ്കിൽഡ് പണ്ഡിറ്റ് എന്ന രീതിയിൽ അയാൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ പണ്ഡിറ്റും ആൻസർ ചെയ്യുന്നുണ്ട്. പണ്ഡിറ്റ് അഷ്വേർഡ് ഹിം ദാറ്റ് ദ ട്രാൻസ്ലേഷൻ വാസ് എക്സലൻറ്റ്. ഈ ഒരു ട്രാൻസ്ലേഷൻ അത്രമാത്രം ഗംഭീരമായിരിക്കുമെന്ന് പണ്ഡിറ്റ് അഷ്വർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓഥർക്ക് അത് പിന്നെ വായിച്ചാൽ കാര്യമായിട്ട് അറിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദി ഈ പർട്ടിക്കുലർ ഓഥർക്ക് അറിയില്ല. അപ്പോൾ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് ഈ പണ്ഡിറ്റിനെ ഏൽപ്പിച്ചത്. അങ്ങനെ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ബാക്കിയുള്ളവർ ഈ വർക്ക് വായിക്കുകയാണ്. അപ്പോൾ നോട്ടീസ് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കൂടുതലും സാൻസ്ക്രിറ്റ് മിക്സ് ചെയ്ത ഹിന്ദിയും അതേപോലെ ഒത്തിരി ഉറുദു വേർഡ്സുമുണ്ട്. അതായത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ട് അത് പിന്നീട് മാറ്റിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇൻസിഡൻറ്റ് ഇവിടെ R.K. നാരായൺ ഓർത്തെടുത്ത് പറയുകയാണ് ഈ ഒരു എസ്സേയിൽ. അടുത്തതായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ ഇംഗ്ലീഷ് വൺസ് യൂസ്ഡ് ബൈ ദ കോളനൈസേഴ്സ് ടു കൺട്രോൾ ദ പീപ്പിൾ ആൻഡ് നൗ ബിക്കെയിം ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ലോ. ഒരു കാലത്ത് ഇംഗ്ലീഷ് കോളനൈസേഴ്സ് യൂസ് ചെയ്തത് ആൾക്കാരെ കൺട്രോൾ ചെയ്യാനാണ്, പക്ഷേ ഇന്ന് അത് ഒരു മെയിൻ പാർട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് മാറിയിട്ടുണ്ട്, എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോർട്ടിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന വേറൊരാൾ അതിനെപ്പറ്റി പറയുകയാണ്, ഇംഗ്ലീഷ് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് എന്ന് പറയുകയാണ്. ആ കൂട്ടത്തിൽ അയാൾ വില്യം ഷേക്സ്പിയറിൻ്റെ ഒരു വർക്കിൽ നിന്ന് ചില വാക്കുകൾ കോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജഡ്ജ് സ്റ്റോപ്പ് ചെയ്യുകയാണ്. എന്നിട്ട് ജഡ്ജ് പറയുകയാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് ഈ ഒരു സംസാരത്തിൽ സ്ഥാനമില്ല. അപ്പോൾ പേഴ്സൺ ആർഗ്യൂ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി ഹാസ് ദ റൈറ്റ് ടു യൂസ് ഇംഗ്ലീഷ് ബട്ട് ദ ജഡ്ജ് ടെൽസ് ഹിം ഇറ്റ് ഡസൻറ്റ് അപ്ലൈ ടു ഹിം ബിക്കോസ് ഹീ ഈസ് നോട്ട് ആൻ ഇന്ത്യൻ. അപ്പോൾ ജഡ്ജ് ഇയാളെ നിർത്താനായിട്ട് പറയുകയാണ്. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് ഇവിടെ ഒരു സ്ഥാനം ഇല്ല എന്ന് പറയുന്ന സമയത്ത് ഈ ഒരു പേഴ്സൺ ആർഗ്യൂ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇംഗ്ലീഷ് എവിടെ വേണമെങ്കിലും സംസാരിക്കാനുള്ളൊരു റൈറ്റ് ഉണ്ട്, പക്ഷേ അതുകൊണ്ട് അത് ഇവിടെ യൂസ് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ ജഡ്ജ് മറുപടി പറയുന്നത് അതിന് നിങ്ങൾ ഇന്ത്യൻ അല്ലല്ലോ എന്ന രീതിയിൽ. ഓക്കെ, അതായത് ഇംഗ്ലീഷ് ഇന്ത്യയിലെ ഒരു ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ലാംഗ്വേജ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പം ഇന്ത്യയിലുള്ള ആൾക്കാരാണിത് പറയുന്നതെങ്കിൽ കുറച്ച് മീനിങ് ഫുൾ എന്ന് തോന്നാം, പക്ഷേ ഈ പറയുന്ന ആൾ നിങ്ങൾ ഇന്ത്യൻ അല്ലല്ലോ എന്ന രീതിയിൽ ജഡ്ജ് അവിടെ മറുപടിയായിട്ട് ചോദിക്കുകയാണ്. ദിസ് ഷോസ് ദ കൺഫ്യൂഷൻ ആൻഡ് ദ ഡിബേറ്റ് അബൌട്ട് ലാംഗ്വേജ് ഐഡൻറ്റിറ്റി ബിലോങ്ങിങ് ഇൻ എ കൺട്രി ദാറ്റ് വാസ് വൺസ് റൂൾഡ് ബൈ ബ്രിട്ടീഷ് ബട്ട് സ്റ്റിൽ യൂസ്ഡ് ദെയർ ലാംഗ്വേജ്. അപ്പം ഇങ്ങനെയുള്ളൊരു സംസാരം മൊത്തത്തിലൊരു കൺഫ്യൂഷനിലേക്ക് ലീഡ് ചെയ്യുകയാണ് ലാംഗ്വേജിനെ പറ്റിയിട്ടും, ഐഡൻറ്റിറ്റി ഇഷ്യൂ, അതേപോലെ ഏത് രാജ്യത്ത് നിന്ന് വരുന്നു അവിടെ അവർക്കുള്ള സ്ഥാനം, അങ്ങനത്തെ കുറേ ഇഷ്യൂസിലേക്ക് ചിന്തിച്ചു പോവുകയാണ്. അതേപോലെ ബ്രിട്ടീഷുകാർ ഭരിച്ചു പോയി കഴിഞ്ഞ എല്ലാ ലാംഗ്വേജിലും ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ഭാഷ ഇന്നും ഉപയോഗിക്കുന്നു. അങ്ങനെയുള്ള കുറേ ചിന്തകളിലേക്ക് പോയിൻ്റ് ചെയ്യാണ്. Narayan remained faithful to the English language even though it was considered as the language of oppressors during the British rule in India. അപ്പോൾ ഇവിടെ R.K. നാരായൺ
he used to praise English language. അത് ഈ ഒപ്രസേഴ്സിൻ്റെ ലാംഗ്വേജ് ആണെങ്കിൽ കൂടി he continued to write in English എന്നുള്ള രീതിയിലൂടെ പറയുന്നുണ്ട്. ഒരുപാട് സ്റ്റോറീസൊക്കെ RK നാരായൺ ഇന്നും ഇംഗ്ലീഷിൽ എഴുതി പോപ്പുലാരിറ്റി കിട്ടിയിട്ടുണ്ട്. By saying I have been her steadfast handmaid, Narayan expresses his lifelong dedication to English language. ഇങ്ങനെ പറയുന്നുണ്ട്, ഐ ഹാവ് ബീൻ ഹെർ സ്റ്റെഡ്ഫാസ്റ്റ് ഹാൻഡ് മെയ്ഡ് എന്ന്. ഹെർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഒരു തോഴി എന്ന രീതിയിലാണ് RK നാരായൺ തന്നെ കാണുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ലാംഗ്വേജിലൂടെ അയാൾ ഒരുപാട് ഇന്ത്യൻ കൾച്ചറിനെയും ഇന്ത്യൻ ലൈഫിനെ പറ്റിയിട്ടൊക്കെ ത്രൂ ഔട്ട് ദ ഗ്ലോബൽ ഓഡിയൻസിനെ അറിയിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. RK നാരായൺ റീകോൾസ് ആൻ ഇൻസിഡൻറ്റ് വെർ എ ജഡ്ജ് മെയ്ഡ് എ റിമാർക്ക് അബൌട്ട് ദ ഫ്യൂച്ചർ ഓഫ് ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ. അടുത്തതായിട്ട് RK നാരായൺ ഓർക്കുന്നത് ഈ ഒരു ജഡ്ജ്, അതായത് അബൌട്ട് ദ ഫ്യൂച്ചർ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇൻ ഇന്ത്യ, അതിനെ പറ്റിയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ജഡ്ജ് അതിൻ്റെ മറുപടിയായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് കണ്ടിന്യൂ ചെയ്യും. ഇനിയും ഒരു 15 കൊല്ലത്തേക്ക് ഇംഗ്ലീഷിന് ഇവിടെ ഒരു സ്ഥാനം ഉണ്ടാകും എന്ന രീതിയിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിനോട് ജഡ്ജ് പറയുകയാണ്. ബിഫോർ ബീങ് കംപ്ലീറ്റ്ലി റീപ്ലേസ്ഡ് ബൈ ഇന്ത്യൻ ലാംഗ്വേജസ്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു കോൺവേഴ്സേഷൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജഡ്ജും ഇംഗ്ലീഷ് ലാംഗ്വേജും. അപ്പോൾ ജഡ്ജ് ഇംഗ്ലീഷ് ലാംഗ്വേജിനോട് ഇവിടെ നിന്ന് പോകാൻ ആവശ്യപ്പെടുമ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് അതിന് കാരണങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇനിയും എത്ര കാലത്തേക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിനോട് എക്സിസ്റ്റൻസ് ഉണ്ടാകും എന്ന രീതിയിലുള്ളൊരു പോയിൻ്റാണ് ഇവിടെ എടുത്ത് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസറാണ് ഇനി അങ്ങോട്ടേക്ക് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ജഡ്ജ് ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു 15 കൊല്ലത്തേക്ക് എന്തായാലും ഇവിടെ എക്സിസ്റ്റ് ചെയ്യാം, അതിനുശേഷം മേ ബി റീജിയണൽ ലാംഗ്വേജ് റീപ്ലേസ് ചെയ്തേക്കാം എന്ന രീതിയിൽ. അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിനോട് ഈ രാജ്യം വിട്ട് പോകണമെന്ന് പറയുന്നു. ആ ഒരു കോൺവേഴ്സേഷനിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ പേഴ്സോണിഫൈ ചെയ്തതാണ് ഒരാളിങ്ങനെ ജഡ്ജിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരാൾ എന്ന രീതിയിൽ. അപ്പോൾ ജഡ്ജ് പറയുകയാണ്, കുറേ ആൾക്കാർക്ക് നിങ്ങളെ ഈ ഒരു ലാംഗ്വേജിന് ഇവിടെ നിന്ന് റിമൂവ് ചെയ്യണം എന്ന് ആർഗ്യൂ ചെയ്യുന്നവരുണ്ട്. കാരണം നിങ്ങൾ കൊളോണിയൽ റൂളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഹൗഎവർ ഇംഗ്ലീഷ് ഡിഫെൻസ്, പക്ഷേ ഇംഗ്ലീഷ് ലാംഗ്വേജ് കുറേ കാര്യങ്ങൾ പറഞ്ഞ് പിടിച്ച് നിൽക്കാനായിട്ട് ശ്രമിക്കുകയാണ്. കാരണം ഇന്ത്യൻ കൾച്ചറിൽ അത്രമാത്രം ഞാൻ റൂട്ടഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. ജസ്റ്റ് ലൈക്ക് ദ ഡിവോട്ടി ഓഫ് ഗോഡസ് സരസ്വതി, അതായത് ഗോഡസ് സരസ്വതീനെയൊക്കെ എടുത്ത് പറയുന്നുണ്ട്, അതായത് സരസ്വതി ദേവീനെ അത്രമാത്രം ആരാധിക്കുന്ന എന്ന രീതിയിൽ. അപ്പോൾ സരസ്വതി ദേവി എന്ന് പറയുമ്പം ഹിന്ദു ഗോഡസ് ഓഫ് നോളജ് ആൻഡ് ലേണിംഗ് ആണ്. അപ്പം പല കാരണങ്ങൾ ഇന്ത്യൻ കൾച്ചറിൻ്റെ പല ഇതൊക്കെ എടുത്തിട്ടാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡിഫെൻഡ് ചെയ്യുന്നത്. ഡിഫെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ പിടിച്ചു നിൽക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ ജഡ്ജ് പറയുകയാണ്, ജഡ്ജ് ഇൻസിസ്റ്റ് ദാറ്റ് ഇംഗ്ലീഷ് മസ്റ്റ് ബി റിമൂവ്ഡ് ഈവൻ അലോവിങ്, അതായത് നേറ്റീവ്സിൻ്റെ ഒക്കെ ഒരു ആഗ്രഹം എന്നതുപോലെ ഇംഗ്ലീഷ് മസ്റ്റ് ബി റിമൂവ്ഡ്, അങ്ങനെ തന്നെയാണ്. പക്ഷേ യു ക്യാൻ സ്റ്റേ ഹിയർ ഫോർ 15 more years, ഒരു 15 കൊല്ലം കൂടി നിങ്ങൾക്കിവിടെ കണ്ടിന്യൂ ചെയ്യാം എന്ന രീതിയിലൂടെ പറയുകയാണ്. അപ്പോൾ ഇംഗ്ലീഷ് അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാണ്, എന്തുകൊണ്ടാണ് ഇത്ര ടൈം, അതായത് ഒരു 15 years ഒതുക്കി കളഞ്ഞത്. അപ്പോൾ ജഡ്ജ് അത് കേട്ടിട്ട് ദേഷ്യപ്പെടുകയാണ്. ഈ ഡിസ്കഷൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാനായിട്ട് ജഡ്ജ് തീരുമാനം എടുക്കുകയാണ്. അപ്പം ഇത് സിംബലൈസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഓൺ ഗോയിങ് ആയിട്ട് പോവും. ദ റോൾ ഓഫ് ഇംഗ്ലീഷ് ഇൻ ദ പോസ്റ്റ് കൊളോണിയൽ ഇന്ത്യ. ഓക്കെ, അതായത് ഇന്നും ഒരു ക്വസ്റ്റ്യൻ ആണ് വെദർ ഇറ്റ് ഷുഡ് ബി റിമൂവ്ഡ് ഓർ അക്സെപ്റ്റഡ് ആസ് എ പാർട്ട് ഓഫ് കൺട്രീസ് ഐഡൻറ്റിറ്റി. അതായത് അതർ കോളനൈസേഴ്സിൻ്റെ ലാംഗ്വേജ് എന്ന് ചിന്തിക്കുമ്പോൾ ഇതിനിവിടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്തായാലും റിമൂവ് ചെയ്യണമെന്നൊരു ആവശ്യം ഉണ്ടാവും. പക്ഷേ ഒരു രീതിയിലും റിമൂവ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡീപ്പ് റൂട്ടഡ് ആയിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ഡിസ്കഷൻ ഇത് കണ്ടിന്യൂ ചെയ്താൽ ഇതിനൊരു തീരുമാനമാവില്ല, ഇതിങ്ങനെ ഓൺ ഗോയിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പം സ്റ്റാറ്റസ് ഓഫ് ഇംഗ്ലീഷ് ഇൻ ദ പോസ്റ്റ് കൊളോണിയൽ ഇന്ത്യ, അത് ഒന്നും കൂടി നമ്മളെ ചിന്തിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഒരു എസ്സേ RK നാരായൺ എഴുതിയിട്ടുള്ളത്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് എസ്സേ.